കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗമായ ഫാദർ റോബർട്ടോ പസോളിനിയെ പേപ്പൽ ഭവനത്തിന്റെ പുതിയ പ്രഭാഷകനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ബൈബിൾ പണ്ഡിതനും ബൈബിളിലെ ആത്മീയതയെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും രചയിതാവുമാണ് ഫാദർ റോബർട്ടോ പസോളിനി. അദ്ദേഹം ഇറ്റലിയിലെ മിലാൻ വംശജനാണ്. 1980 മുതൽ നീണ്ട 44 വർഷങ്ങൾ പേപ്പൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകനായി സേവനമനുഷ്ഠിച്ചത് കർദിനാൾ റെനീരോ ക്യാന്തലാമെസ്സയായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് ഫാദർ റോബേർട്ടോയെ പാപ്പ നിയമിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവരുടെയും വികലാംഗരുടെയും തടവുകാരുടെയും ഇടയിൽ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഫാദർ പസോളിനി ആഗമന നോമ്പുകാല ധ്യാന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാണ് തന്റെ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന കർദിനാൾ ക്യാന്തലാമെസ്സ 3 മാർപ്പാപ്പമാരുടെ കാലഘട്ടങ്ങളിൽ പ്രഭാഷകൻ എന്ന നിലയിൽ സേവനം ചെയ്തിട്ടുണ്ട്. താൻ ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുകയും തനിക്കേറെ പ്രചോദനം നൽകുകയും ചെയ്ത കർദിനാൾ ക്യാന്തലാമെസ്സയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ സന്തോഷവാനാണ് എന്ന് ഫാദർ റോബേർട്ടോ പസോളിനി പറയുന്നു. അപ്പസ്തോലിക് പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. മാർപ്പാപ്പയ്ക്കും വത്തിക്കാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഓരോ വർഷവും ആഗമനകാലത്തും നോമ്പുകാലത്തും വിചിന്തനങ്ങളുടെ പരമ്പര ഉൾപ്പെടെ തയ്യാറാക്കുന്നത് അദ്ദേഹമാണ്. മാർപ്പാപ്പയോട് പ്രസംഗിക്കാൻ അനുവദിക്കപ്പെട്ട ഒരേയൊരു വൈദികൻ കൂടിയാണ് അദ്ദേഹം. പരമാചാര്യന്റെ പ്രഭാഷകൻ എന്നും പേപ്പൽ പ്രഭാഷകൻ എന്നും ഈ സ്ഥാനം അറിയപ്പെടുന്നുണ്ട്. 1555 പോൾ 4 മാർപ്പാപ്പയാണ് ഈ പദവി സഭയിൽ സ്ഥാപിച്ചത്. ദുഃഖവെള്ളിയാഴ്ചയിൽ മാർപ്പാപ്പ പങ്കുചേരുന്ന കർത്താവിന്റെ പീഡാനുഭവ ആരാധനയിൽ പ്രസംഗിക്കുന്നതിനുള്ള ചുമതലയും പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകനുണ്ട്.